ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ താഴം വാർഡിൽ പ്രവർത്തിക്കുന്ന വയോജന കേന്ദ്രമാണ്. മനസ്സിലായോ? ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഈ പഞ്ചായത്ത് ഭരണസമിതി കയറിയപ്പം ആഘോഷത്തോടെ നടത്തിയ ഉദ്ഘാടന മാമ്പാങ്ങൊക്കെ നടത്തിയ സ്കൂള് അല്ല, വയോജന കേന്ദ്രം, അതായത് വൃദ്ധസദനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പല ഭാഷ, പല രൂപം, പലപ്പോൾ. അപ്പം അതിൻ്റെ ഒരു ഗതിയാണ് ഇത്, വയോജന കേന്ദ്രം. ഉദ്ഘാടനമൊക്കെ നടത്തിയപ്പം ഭയങ്കരമായ ആഡംബരമൊക്കെ ആയിരുന്നു. പിന്നെ ഇതങ്ങ് പൂട്ടി. ഇപ്പം പൂട്ടിയിട്ട് ഇതിനകത്ത് തെരുവ് നായ്ക്കളുടെ കേന്ദ്രമൊക്കെ ആയിട്ട് കുറേ നാളായി. ഇങ്ങനൊരു കേന്ദ്രം ഉണ്ടോയെന്ന് പഞ്ചായത്തുകാർക്ക് പോലും അറിയത്തില്ല. ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണിതാ ഇതൊക്കെ കണ്ട. കിണറുണ്ട്, മൂടിയിട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രയോജനമില്ല. പിന്നെ അടുത്ത അടുത്തത് പുതിയ ഇതേ കോമ്പൗണ്ടിൽ തന്നെ, അതായത് മുൻ പഞ്ചായത്ത് ഭരണസമിതി, അതായത് ഇതിനു മുമ്പ് എന്നോ ഇരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ ഒരു പ്രമുഖ നേതാവിൻ്റെ ഇന്ന് അച്ചയ്ക്ക് പറയുകയാണെങ്കിൽ CPM നേതാവിൻ്റെ വസ്തു വാങ്ങി കെട്ടിയ വൃദ്ധസദനമാണിത്. വൃദ്ധസദനമാണ് വയോജന കേന്ദ്രം, അതായത് പഞ്ചായത്തിൻ്റെ വയോജന കേന്ദ്രം. ജനങ്ങൾക്ക് വന്നിരിക്കാൻ, പ്രായമായവർക്ക് വന്നിരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള വയോജന കേന്ദ്രത്തിൻ്റെ ഗതിയാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് ഇതിന് തൊട്ട് ചേർന്ന് തന്നെ ഇപ്പോൾ ഒരു പുതിയ ഫണ്ട് വെച്ച് പുതിയ കെട്ടിടം പണി തുടങ്ങുന്നുണ്ട്. ഇത് ബഡ് സ്കൂളാണ്, ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ ബഡ് സ്കൂള്. കണ്ടല്ലോ, പഴയ കെട്ടിടത്തിൻ്റെ ഗതി ഇതാണ്. പൂട്ടിക്കെട്ടി ലക്ഷങ്ങൾ ചിലവാക്കി, പല പല ഫണ്ടുകൾ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി എക്സ്ട്രാ പണികൾ ചെയ്ത് അതിമനോഹരമായ ഒരു കെട്ടിടം കിടക്കുന്ന ഗതി ഇതാണ്. ഇപ്പോൾ ദാ വീണ്ടും ഇത് ബഡ് സ്കൂൾ, ഇതിൻ്റെ ബാക്കിൽ പാറക്കെട്ടി ബഡ് സ്കൂള്, അതിൻ്റെയും ഏകദേശ നിർമ്മാണം എല്ലാം പൂർത്തിയാക്കി കിടക്കുന്നത്. അപ്പം നമ്മളെ പഞ്ചായത്ത് അധികൃതരുടെ ഒരു അനാസ്ഥയാണ് ഈ കാണുന്നതെല്ലാം. ആദ്യകാലത്ത് അവിടുന്ന് വിധങ്ങൾക്ക് വയോജനങ്ങളൊക്കെ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ അവരും വരാതായതോടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗതിയാണിത്. ലക്ഷങ്ങൾ പൊടി പിടിച്ച് നിർമ്മിച്ചത്. 2 കറണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. വേണ്ട, വൈദ്യുതിയൊക്കെ 2 വന്നേക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണെന്നോ എന്തോ. ഇതിനെല്ലാം കറണ്ട് ചാർജ് മാസം അടയ്ക്കേണ്ടതാണ്. വേണ്ട, 2 ലൈനാണ് പോയേക്കുന്നത്. ഇത് ഏതൊക്കെ കെട്ടിടത്തിനാണ് എന്തിനാണെന്നൊന്നും അറിയാൻ വയ്യ. വേണ്ട, 2 ലൈനൊക്കെ പോയിട്ടുണ്ട്, ലക്ഷങ്ങൾ പൊടി പിടിച്ചിട്ടുണ്ട്. കെട്ടിയ ചാത്തന്നൂർ പഞ്ചായത്തിൻ്റെ വയോജന കേന്ദ്രത്തിൻ്റെ അവസ്ഥ കണ്ടോ? വയോജനങ്ങളില്ലാത്ത വയോജന കേന്ദ്രം അതാണ്. അപ്പം ഇനി കൂടുതൽ പറയാനൊന്നുമില്ല. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധയ്ക്കാണ് ഇത് ഇത്രയും വീഡിയോ എടുത്ത് ഇത്രയും ഇവിടെ വന്നിത് ചെയ്യുന്നത്. അപ്പം ജനങ്ങളുടെ നികുതി പണമാണ്, അത് ദുരുപയോഗം ചെയ്യുകയാണിപ്പോൾ. കാരണം നിർമ്മാണം പ്രവർത്തനം പൂർത്തിയായ ഒരു കെട്ടിടം, ലക്ഷങ്ങൾ ചിലവാക്കി നടത്തേണ്ട ഈ കെട്ടിടവും വസ്തു എല്ലാം വാങ്ങി തന്നെ ഗുരുതരമായ അഴിമതി ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനല്ല, ഇവിടെയുള്ളവർ പറയുന്നതാണ്. അപ്പം അന്നത്തെ വിവരാവകാശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഇത് താഴം വാർഡിലാണ്. ഇവിടെ വരണമെങ്കിൽ നമ്മളാ പഞ്ചായത്തിൻ്റെ ഒരു ചെറുക്കര പഞ്ചായത്തിൻ്റെ ബോർഡർ ആണെങ്കിൽ പറയാം. അതായത് കോതേരി റോഡിൽ, അതായത് ചാത്തന്നൂന്ന് കോതേരിമുക്കിലോട്ട് പോകുന്ന റോഡിൽ പിന്നെ വെട്ടിക്കുന്നുള്ള ഭാഗത്തുനിന്ന് റൈറ്റ് തിരിയുമ്പോഴത്തേക്ക് വന്ന് ചേരുന്ന ഇത്രയും ഉള്ളിലാണ് ഈ വസ്തു വാങ്ങിയതും ഇവിടെ കെട്ടിടം പണിഞ്ഞിരിക്കുന്നതും. ചാത്തന്നൂരിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തൊക്കെ ആണെങ്കിൽ ജനങ്ങൾ വരുന്നതിന് ഇതാണ്. ഈ അടുത്തിടെ ഇതിനകത്ത് പറയുന്നതിനൊരു പ്രധാന കാരണം, അടുത്തിടെ ഇവിടെ ചാത്തന്നൂർ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി വരിഞ്ഞം വാർഡിൽ നമ്മളെ സജീവ് മെമ്പർ സ്ഥലം വാങ്ങിക്കാനൊരു നീക്കം നടത്തി. അപ്പം ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി വസ്തു വാങ്ങാൻ കെട്ടിടം വാങ്ങാം. പിന്നെ മൃഗാശുപത്രിക്ക് സ്ഥലം വാങ്ങുന്നത് ഇവരാരും ഈ കെട്ടിടം മറന്നു. ആയുർവേദ ആശുപത്രി ഇവിടെ ഉണ്ടാക്കിയാൽ ഇവിടെ വയോജനങ്ങൾ വന്ന് അവർക്ക് ഇതിനകത്ത് ആയുർവേദ ആശുപത്രി ആക്കിക്കൂടെ എന്നാണ് നമ്മളെ ചോദ്യം. ഇത് ചോദിക്കാനേ പറ്റൂ. നമ്മളിപ്പോൾ നാളെ പറയാം സംഖ്യയാണ്, മറ്റതാണ്, തേങ്ങാക്കൊലിയാന്നൊക്കെ ഇവർ പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നാടിൻ്റെ ഗതി കണ്ടല്ലോ, പഞ്ചായത്തിൻ്റെ അനാസ്ഥ കണ്ടല്ലോ. ഇപ്പം നാട്ടുകാരുടെ ശ്രദ്ധയ്ക്കാണ് ഇത് പെടുത്തുന്നത്. അപ്പം ഇനി ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല, നിർത്തുന്നു.